ഇരിക്കൂ. ഏട്ടൻ ഇവിടെ ഉണ്ടാക്കിയ കാപ്പി കഴിക്കുവോ? ഞാൻ കൊണ്ടുവരാം മോളെ. ഇത്രയും കാലം കുടുംബം മറന്ന് നിങ്ങൾ ജീവിച്ചില്ലേ? ഇനിയെങ്കിലും ഒരു ജോലി ചെയ്യൂ, അവരെ പോറ്റാൻ. പാപ്പച്ച, അങ്ങനെ ഒരു ജോലി എനിക്കറിയില്ല. വിഷമിക്കണ്ട, നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. സരസ്വതി, ഈ കഞ്ഞി അച്ഛനുണ്ട് കൊടുക്കൂ. അമ്മ എന്നെ കൊടുത്തോളൂ. കാലത്ത് കാപ്പിയും കൊണ്ട് എന്നപ്പോ എന്നെ ആട്ടിപ്പായിച്ചതാ. കഞ്ഞി വിളമ്പിയിരിക്കുന്നു. എനിക്ക് വേണ്ട. ഇല്ലാത്തപ്പോ പട്ടിണി കിടന്നവരാ നമ്മൾ. ഇപ്പൊ വെച്ചുണ്ടാക്കിയിട്ടും എന്നോട് തർക്കിക്കണ്ട. ഇവിടെ നിന്നാതെ മുമ്പും മറ്റുള്ളവർക്ക് വിളമ്പിയിട്ടില്ല, അറിയാലോ. ഇന്നലെ മുതൽ സരസ്വതി ശ്രീദേവി ഒന്നും കഴിച്ചിട്ടില്ല. പട്ടിണി കിടന്ന് ചാകട്ടെ എല്ലാം. അല്ലാതെ തന്നെ ഇവിടെ ഉള്ളവർക്ക് നന്നേ ക്ലേശമുണ്ട് മനസ്സിൽ. സാവിത്രി ഇറക്കി വിട്ടിട്ട് നസ്രാണി തൊട്ട് എച്ചിലാക്കി അവളുടെ പേര് പോലും ഇവിടെ പറയരുത്. അബ്രാഹ്മണോച്ഛിഷ്ടം ബ്രാഹ്മണ നിഷിദ്ധം. തന്റെ മകള് ചത്തു, ഒരു ദുർമരണമാണെന്ന് കൂട്ടിക്കോളൂ. എന്റെ അച്ഛന്റെ ശ്രാദ്ധം കഴിക്കാൻ വഴിയില്ലാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മകളുടെ തലയിൽ അതിന് വേണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, കുളിക്കാൻ മറ്റോ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അവൾ മാത്ത കൂട്ടിയിട്ട് ജീവി പോന്നാണല്ലോ. എടോ, മകളെയും കൂട്ടിക്കൊടുത്ത്. കൃഷ്ണൻകുട്ടിയെ നാട്ടുകാർ പറയുന്നത് കേട്ടത് തെറ്റിദ്ധരിച്ചത്. വന്ന ദിവസം മുതൽ കേട്ടു തുടങ്ങിയതാ. പറ, അവൾ എവിടേക്കാ പോയത്? മോനെ, അമ്മാവ് സുഖമില്ലാതിരിക്കുക. അവൾ എവിടേക്കാ പോയത്? അദ്ദേഹം എന്നെ തിരക്കും. നിന്റെ അദ്ദേഹം